അപ്പോൾ സ്മൈലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ 2 കുഞ്ഞു മാറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടല്ലോ. ഇനി വേണ്ടത് നമുക്കിതിൻ്റെ ഫേസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഫേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 18 ഡബിൾ ക്രോഷ്യ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബ്ലാക്ക് കളർ യാൺ എടുത്തിട്ട് നമുക്ക് ആ കറക്റ്റ് മാർക്കിലൂടെ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സൂചി നൂലെടുത്തിട്ട് തുന്നി കൊടുത്താലും മതി കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ചും കൂടി വൃത്തി തോന്നിയത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തപ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു ഗ്ലൂ എടുത്തിട്ട് കറക്റ്റ് മാർക്കിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ബ്ലാക്ക് കളർ യാൺ എടുത്തിട്ട് അതിന് മേലെ വെച്ച് കൊടുക്കുക. ബാക്കി വന്ന യാൺ നമ്മൾ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ 2 കണ്ണും ചെയ്തെടുക്കുന്നത്. ആദ്യം പെൻസിലുണ്ട് എവിടെയാണ് കണ്ണ് വരേണ്ടത് എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ തന്നെ യാൺ വെക്കുകയാണ്. എന്നിട്ട് ബാക്കി വരുന്നത് ഉള്ളിലേക്കായിട്ട് ഹൈഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഇമോജിൻ്റെ ഫേസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഇതിൻ്റെ 2 ബാക്ക് സൈഡുകൾ ഇങ്ങനെ ചേർത്ത് വെക്കുക. എന്നിട്ട് നമുക്കിതിനെ ജോയിൻ ചെയ്തെടുക്കണം. ഈ സെയിം കളർ തന്നെ ഞാൻ എടുത്തിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ചുറ്റിനും നമുക്ക് ഇതിനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 മാറ്റും ചേർത്ത് വെച്ചിട്ട് ഒരു ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അടുത്ത മാറ്റിന് ഇതേപോലെ തന്നെ ഒരു ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെയിം കളർ യാൺ എടുക്കുക, സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇത് മുഴുവനായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. സിംഗിൾ ക്രോഷ്യ ചെയ്തു അതേപോലെ തന്നെ ഇനി ഒരു ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അടുത്ത മാറ്റിലും അതേപോലെ തന്നെ ചെയ്യുക, സിംഗിൾ ക്രോഷ്യ ചെയ്യുക. മുഴുവനായിട്ടും ഇതേ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയെല്ലാം കൂടി നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഇത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കോട്ടൺ ഫില്ലാക്കണമെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കംപ്ലീറ്റ് ആക്കാം. ഞാനിപ്പോൾ എന്തായാലും 3D എഫക്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്കുഷി പോലെയൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് കോട്ടൺ ഫില്ലാക്കി കൊടുക്കുന്നുണ്ട്. കോട്ടൺ നമുക്ക് ഇങ്ങനെ ഫില്ലാക്കിയിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളൊരു 10 ചെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഒരു കീ ചെയിനാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതുകൊണ്ട് 10 ചെയിൻ. ബാഗ് ചാമൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ചെയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ഫസ്റ്റ് ചെയ്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി യാണെല്ലാം കട്ട് ചെയ്ത് മാറ്റുക. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അതിനുള്ളിലേക്കായിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു സ്കുഷി പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കൊക്കെ തരണേ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മടിക്കരുത്. അത് നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും. ഓക്കെ, അപ്പോൾ ബൈ.